2 വർഷം മുമ്പ് കേരളത്തിൽ വലിയ വാർത്താ പ്രാധാന്യം നേടിയ ഒരു സംഭവമായിരുന്നു KSRTC ബസ്സിൽ വെച്ച് യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി എന്ന കേസും അതിൽ സവാദ് എന്ന യുവാവിന്റെ അറസ്റ്റും. എന്നാൽ ഇപ്പോൾ സവാദ് വീണ്ടും സമാനമായ കുറ്റകൃത്യത്തിന് പിടിയിലായിരിക്കുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ ഒടുവിൽ വരുന്നത്. വിഷയത്തിൽ വീണ്ടും പൊതുസമൂഹത്തിൽ വലിയൊരു സജീവമായ ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സംഭവത്തെക്കുറിച്ചും അതിനോടനുബന്ധിച്ചുള്ള വിവിധ വിഷയങ്ങളെക്കുറിച്ചും നമുക്കൊന്ന് നോക്കാം. പുതിയൊരു കേസിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കോഴിക്കോട് സ്വദേശിയായ സവാദ് ഈ മാസം 14-ാം തീയതിയിലാണ് പുതിയൊരു കേസിൽ അറസ്റ്റിലാവുന്നത്. മലപ്പുറത്തേക്ക് പോവുകയായിരുന്ന ഒരു KSRTC ബസ്സിൽ വെച്ച് ഒരു യുവതിക്ക് നേരെ ലൈംഗികാക്രമണം നടത്തി എന്ന് ഇയാൾക്കെതിരെ പുതിയൊരു പരാതിയാണ് വന്നത്. ഇരയായ യുവതി ഉടൻ തന്നെ തൃശൂർ ഈസ്റ്റ് പോലീസിൽ പരാതി നൽകുകയും ചെയ്തു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് സവാദിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്നത് ബസ്സിനുള്ളിൽ വെച്ചാണെന്നത് പൊതുഗതാഗതത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള ആശങ്ക വീണ്ടും ഉയർത്തുകയാണ്. സവാദിന്റെ മുൻ കേസ് 2023-ലായിരുന്നു. സവാദിനെതിരായ ഈ പുതിയ കേസ് ഏകദേശം 2 വർഷം മുൻപുണ്ടായ സമാനമായ മറ്റൊരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലും കൂടിയാണ്. 2023-ൽ നെടുമ്പാശ്ശേരിയിൽ വെച്ച് KSRTC ബസ്സിൽ ഒരു യുവതിക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി എന്നതായിരുന്നു അന്നത്തെ ഒരു കേസ്. എന്നാൽ അന്നത്തെ സംഭവം നടന്നത് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ഒരു KSRTC ബസ്സിൽ ആയിരുന്നു. അങ്കമാലിയിൽ നിന്നും ബസ്സിൽ കയറിയ സവാദ് 2 യുവതികളുടെ നടുവിലായി ഇരിക്കുകയും പിന്നീട് ലൈംഗിക ചേഷ്ടകൾ കാണിക്കുകയും ചെയ്തു എന്നാണ് പരാതി ഉയർന്നത്. യുവതി ബഹളം വെക്കുകയും കണ്ടക്ടറോട് വിവരം അറിയിക്കുകയും ചെയ്തതോടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത്. ബസ് നിർത്തിയപ്പോൾ സവാദ് ബസ്സിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിക്കുകയും എന്നാൽ ബസ് കണ്ടക്ടറുടെയും യാത്രക്കാരുടെയും സമയോചിതമായ ഇടപെടലിലൂടെ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ഈ സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ അന്ന് പരാതിക്കാരി തന്നെ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വലിയ തോതിലായിരുന്നു വൈറലായിരുന്നത്. ഇത് സൈബർ ലോകത്തും പുറത്തും വലിയൊരു ചർച്ചയ്ക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓൾ കേരള മെൻസ് അസോസിയേഷൻ നൽകിയ സ്വീകരണവും വിവാദവും 2023-ലെ കേസിൽ സവാദിന് ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയപ്പോൾ സംഭവിച്ചതാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ എന്ന ഒരു സംഘടന ഇയാൾക്ക് ജയിലിന് പുറത്ത് സ്വീകരണം നൽകിയിരുന്നു എന്നത് വലിയൊരു വിവാദം ഉണ്ടാക്കിയ കാര്യമായിരുന്നു. യുവതിയുടെ പരാതി വ്യാജമാണെന്ന് അസോസിയേഷൻ അന്ന് വാദിക്കുകയും ജാമ്യത്തിലിറങ്ങുന്ന സവാദിന് പൂർണ്ണ പിന്തുണ നൽകി സ്വീകരണം നൽകുകയും പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ആലുവ സബ് ജയിലിൽ നിന്നും പുറത്തിറങ്ങിയ സവാദിനെ അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂമാലയിട്ട് സ്വീകരിച്ചത്. ഇത്തരത്തിൽ ലൈംഗികാക്രമണം പോലുള്ള ഒരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ആരോപണ വിധേയനായ ഒരാൾക്കും പൊതുജന മധ്യത്തിൽ സ്വീകരണം നൽകിയത് കേരളീയ സമൂഹത്തിനെ വലിയ തരത്തിൽ പ്രതിഷേധങ്ങൾക്കും വഴിവെച്ച ഒരു സംഭവമായിട്ട് മാറിയിരുന്നു. ഇത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ചും കുറ്റവാളികളോടുള്ള സമൂഹത്തിന്റെ നിലപാടുകളെക്കുറിച്ചുമുള്ള നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. സ്ത്രീ സുരക്ഷയ്ക്ക് മുൻഗണന നൽകുന്ന ഒരു സമൂഹത്തിൽ ഇത്തരം പ്രവർത്തികൾ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് വ്യാപകമായി വിമർശിക്കപ്പെട്ടു. ചിലർ ഇത് നിയമവ്യവസ്ഥയെ പരിഹസിക്കുന്ന രീതിയിൽ തുല്യമാണെന്നും ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതിനെല്ലാം ശേഷം പുതിയൊരു കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇനി. പുതിയ അറസ്റ്റിന്റെ പ്രാധാന്യവും പൊതുചർച്ചകളും ഒരേ വ്യക്തി തന്നെ സമാനമായ കുറ്റകൃത്യത്തിന് ഇരയായി എന്നതാണ് മറ്റൊരു കാര്യം. വീണ്ടും അറസ്റ്റിലായതിനു ശേഷം ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെയും പുനരധിവാസത്തിന്റെയും പ്രാധാന്യം ഉയർത്തിക്കാട്ടുന്നത് കൂടിയാണ്. ഒരു കുറ്റകൃത്യം ചെയ്തയാൾക്ക് നിയമപരമായ ശിക്ഷ ലഭിച്ചതിന് ശേഷം സമാനമായ പ്രവർത്തികൾ ആവർത്തിക്കുന്നുവെങ്കിൽ അത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ പുതിയ സംഭവം ഇനി പറയുന്ന ചില കാര്യങ്ങളെക്കുറിച്ചുള്ള പൊതുചർച്ചയ്ക്ക് വീണ്ടും വഴിയൊരുക്കുന്ന കാര്യങ്ങൾ കൂടിയാണ്. പൊതുഗതാഗതത്തിലെ സ്ത്രീ സുരക്ഷയാണ് ആദ്യമായി പറയേണ്ടത്. ബസ്സുകൾ പോലുള്ള പൊതുവാഹനങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായി യാത്ര ചെയ്യാനുള്ള സാഹചര്യങ്ങൾ എത്രത്തോളമാണ് എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. CCTV ക്യാമറകൾ, അതുപോലെ തന്നെ മികച്ച പോലീസ് പെട്രോളിംഗ്, സമയബന്ധിതമായ നിയമ നടപടികൾ എന്നിവയുടെ ആവശ്യകത ഇത് ഊന്നി പറയുന്നുണ്ട്. ലൈംഗികാക്രമണങ്ങളോടുള്ള സമൂഹത്തിന്റെ സമീപനമാണ് ഇനി അടുത്തതായി നമ്മൾ ചിന്തിക്കേണ്ടത്. കുറ്റവാളികളോട് സ്വീകരിക്കുന്ന മൃദുലമായ സമീപനങ്ങൾ ഇത്തരം കുറ്റകൃത്യം
കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. ഓൾ കേരള മെൻസ് അസോസിയേഷൻ പോലുള്ള സംഘടനകൾ നൽകിയ സ്വീകരണം ഇത്തരം വിഷയത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ചില തെറ്റിദ്ധാരണകളെയും അതുപോലെ തന്നെ ലിംഗപരമായ പക്ഷാപാതിത്വങ്ങളെയും വെളിവാക്കുന്ന ഒന്നുകൂടിയാവുന്നു. നിയമ നടപടികളുടെ കാര്യക്ഷമത എത്രമാത്രമാണെന്ന് ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങുന്ന പ്രതിക്ക് സമാനമായ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്നത് തടയാൻ നിലവിലുള്ള നിയമങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും എന്ന ചോദ്യമാണ് ഇനി നമ്മൾ ചിന്തിക്കേണ്ടത്. ഇത്തരം കേസുകളിൽ കഠിനമായ ശിക്ഷകൾ നൽകുന്നതിനും അതിക്രമണങ്ങൾക്ക് ഇരയാകുന്നവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നതിനും നിയമവ്യവസ്ഥകൾ കൂടുതൽ ശക്തമാകേണ്ടതുണ്ട് എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസവും ബോധവൽക്കരണവും ഇതിൽ പ്രധാന വിഷയമായി മാറുന്നത്. ഇത്തരം കുറ്റകൃത്യങ്ങൾ തടയാൻ സമൂഹത്തിൽ പ്രത്യേകിച്ച് യുവാക്കൾക്കിടയിൽ ലൈംഗിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ബോധവൽക്കരണവും എത്രത്തോളം പ്രാധാന്യമാണെന്നും ഈ സംഭവം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. സവാദിന്റെ അറസ്റ്റ് ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാതെ സ്ത്രീകൾ സുരക്ഷയും സാമൂഹിക നീതിയും ഉറപ്പാക്കാൻ സമൂഹം കൂട്ടായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഇതെന്ന് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. ഇത്തരം സാഹചര്യങ്ങൾക്ക് യുവാക്കൾ തന്നെയാണ് സ്വീകരണം നൽകുന്നത് എന്ന കാര്യവും നമ്മൾ മറക്കാതിരിക്കുക.